താഴെ പറയുന്നത് കേൾക്കാൻ പോകുന്നത് യാദൃച്ഛികമല്ല. നിങ്ങളുടെ യുക്തിക്ക് അതീതമായ എന്തോ ഒന്ന് നിങ്ങളെ ഇവിടെ എത്തിച്ചു. ഈ വീഡിയോ പൂർത്തിയാകുമ്പോൾ ഇതെല്ലാം ഒരു ലക്ഷ്യത്തോടെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ചില കഥകൾ നിങ്ങളോടൊപ്പം ആരംഭിക്കുന്നില്ല, പക്ഷേ ഏതോ വിധത്തിൽ അവ നിങ്ങളിൽ അവസാനിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത മുറിവുകൾ, എന്നിട്ടും നിങ്ങൾ അവ വഹിക്കുന്നു. പുരാതന വേദനകളോടുള്ള നിശബ്ദ വിശ്വസ്തതകൾ, നിങ്ങളുടെ കുടുംബത്തിലൂടെ തലമുറയായി പ്രതിധ്വനിക്കുന്ന പാറ്റേണുകൾ, ആർക്കും നിശബ്ദമാക്കാൻ കഴിയാത്ത ഒരു മന്ത്രം പോലെ. എങ്ങനെയോ ഒരു ദിവസം നിങ്ങൾ വരുന്നു. പൂർണ്ണമായി മനസ്സിലാകാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴമായ പ്രേരണ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ആ ചക്രം തകർക്കാനുള്ള ഒരു വിളി. നിങ്ങളുടെ ഉത്ഭവത്തെ നിരസിക്കാനല്ല, മറിച്ച് രോഗശാന്തിയിലൂടെ ഒരു പുതിയ രീതിയിൽ അതിനെ ബഹുമാനിക്കാനാണ്. കാൾ യുങ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ അബോധത്തെ ബോധമാക്കുന്നതുവരെ അത് നിങ്ങളുടെ ജീവിതത്തെ നയിക്കും. നിങ്ങളതിനെ വിധി എന്നു വിളിക്കും. നിങ്ങൾക്കിനി വഹിക്കാൻ കഴിയാത്ത ചില കുടുംബവിധികളുണ്ട്. അത് വഹിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടും. അത് നിങ്ങൾ കൂടുതൽ ശക്തരായതുകൊണ്ടല്ല, നിങ്ങൾ കൂടുതൽ ഉണർന്നവരായതുകൊണ്ടാണ്. അത് വേദനിപ്പിക്കുന്നില്ല എന്നല്ല, അത് ആഴത്തിൽ വേദനിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ആത്മാവ് ഉണരാൻ തിരഞ്ഞെടുത്തു. ഇപ്പോൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സ്വന്തമായിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ വേദനിക്കുന്നത് നിങ്ങളോടൊപ്പം ആരംഭിച്ചതായിരിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു, കാരണം ചക്രം അവസാനിപ്പിക്കാൻ വന്നത് നിങ്ങളാണ്. ആദ്യത്തെ അടയാളം, നിങ്ങളുടെ കുടുംബം എപ്പോഴും സാധാരണമായി കരുതിയിരുന്ന കാര്യങ്ങളോട് ആഴമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നതാണ്. അത് വിധിയല്ല, അവബോധമാണ്. മറ്റുള്ളവർ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ കണ്ണുകൾ കാണാൻ തുടങ്ങുന്നതുപോലെയാണ്. വൈകാരികമായ നിശബ്ദത, നിരന്തരമായ ത്യാഗം, ഒരു പാരമ്പര്യം പോലെ കൈമാറപ്പെടുന്ന കുറ്റബോധം, വേദനിപ്പിക്കുന്നെങ്കിലും ഒരിക്കലും സംസാരിക്കാത്ത സ്നേഹം. നിങ്ങൾക്കിത് വ്യക്തമായി വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മന്ത്രിക്കുന്നു, ഇത് തുടരാൻ പറ്റില്ല. ഈ അസ്വസ്ഥത ബാഹ്യമായ വിമർശനത്തിൽ നിന്നല്ല, മറിച്ച് ഇനി മരവിപ്പിക്കാൻ വിസമ്മതിക്കുന്ന ആന്തരിക സംവേദനക്ഷമതയിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. നിങ്ങൾ പൊരുത്തപ്പെടാൻ ശ്രമിച്ചു, നിങ്ങൾ നിശബ്ദരായി. സമാധാനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ചില ആംഗ്യങ്ങളും വാക്കുകളും പെരുമാറ്റങ്ങളും ആവർത്തിച്ചു. എന്നാൽ നിങ്ങളുടെ കുടുംബവ്യവസ്ഥിതിയോടുള്ള വിശ്വസ്തതയുടെ പേരിൽ നിങ്ങളുടെ സത്യത്തെ ഒറ്റിക്കൊടുക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് കുറച്ചുകൂടി തകരുന്നു. ഈ പാറ്റേണുകൾ തുടരുന്നത് എല്ലാവർക്കുമുള്ള രോഗശാന്തി വൈകിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ഒരു ഭാഗത്തിന് അറിയാമെന്നതുപോലെയാണ്. കാരണം നിങ്ങൾ സുഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സുഖപ്പെടുത്തുന്നത്. അതിന് കഴിയാത്തവർക്കായി പിന്നിലേക്കും ഇനി വരാനിരിക്കുന്നവർക്കായി മുന്നോട്ടും അത് സുഖപ്പെടുത്തുന്നു. കാൾ യുങ് സാമൂഹിക അബോധത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ കുടുംബ അബോധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. രഹസ്യങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന ഭയങ്ങളും നഷ്ടങ്ങളും അനീതികളും പേരിടാതെ തുടരുന്നെങ്കിലും രക്തബന്ധത്തിലൂടെ സ്പന്ദിക്കുന്ന അദൃശ്യമായ മണ്ഡലം. ശ്രദ്ധിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും നിങ്ങൾ അതിശയോക്തി കാണിക്കുകയല്ല, നിങ്ങൾ ഉണരുകയാണ്. ചക്രങ്ങൾ തകർക്കാൻ വരുന്നവർ കുറ്റപ്പെടുത്തലിലൂടെയല്ല, ധൈര്യത്തിലൂടെയാണ് അത് ചെയ്യുന്നത്. ഒരിക്കൽ സാധാരണമായി തോന്നിയതിൽ ആ അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകം ആദ്യ പടിയെടുത്തു കഴിഞ്ഞു. ഒരു പവിത്രമായ സ്ഥലത്തുനിന്ന് നിങ്ങൾ മതി എന്ന് പറയുകയാണ്. പുറത്തുനിന്ന് വരാത്ത ഒരു ശബ്ദം കേൾക്കാൻ നിങ്ങൾ തുടങ്ങുകയാണ്. ആവർത്തിക്കരുതെന്ന് തീരുമാനിച്ച ആത്മാവിൽ നിന്നാണത് വരുന്നത്. ഈ അസ്വസ്ഥത ആഴമില്ലാത്തതോ ക്ഷണികമോ അല്ല എന്നതും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവർ അവഗണിക്കുന്ന നിമിഷങ്ങളിൽ ജീവൻ പ്രാപിക്കുന്ന ആഴമായ ഒരു വിളിയാണത്. ഒരു വിധേയത്വത്തോടെ പറയുന്ന വാചകം, തലമുറകളിലൂടെ ആവർത്തിക്കുന്ന ഒരു രംഗം, നിങ്ങളുടെ കുടുംബപ്പേരിന്റെ ഭാഗം പോലെ കൈമാറപ്പെടുന്ന ഒരു വികാരം. കാരണമറിയാതെ നിങ്ങൾക്കതിൽ നിന്ന് കണ്ണുമാറ്റാൻ കഴിയുന്നില്ല. ഇത് ശ്രേഷ്ഠത തോന്നുന്നതിനെക്കുറിച്ചല്ല, വാസ്തവത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് പുറം ലോകത്തെപ്പോലെയും ഒത്തുപോകാത്തതുപോലെയും തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബവ്യവസ്ഥിതിയുടെ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിച്ചു, പ്രതീക്ഷിച്ചതു ചെയ്തു. എന്നാൽ അത് നിങ്ങളെ ബാധിക്കുന്നില്ലെന്ന് നടിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൽ എന്തോ മങ്ങുന്നു. കാരണം പാരമ്പര്യമായി ലഭിച്ച വേദനയുമായി പൊരുത്തപ്പെടാനല്ല നിങ്ങൾ ജനിച്ചത്, അതിനെ രൂപാന്തരപ്പെടുത്താനാണ്. വേദനിക്കുമ്പോൾ പോലും, പ്രത്യേകിച്ച് വേദനിക്കുമ്പോൾ, നിങ്ങൾ സങ്കൽപ്പിച്ചതിലും വലിയൊരു ദൗത്യമാണ് നിങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്തത് എന്നതിന്റെ അടയാളമാണ്. മറ്റുള്ളവരെ ശരിയാക്കാനല്ല, മറിച്ച് പാറ്റേണിനെ ഉള്ളിൽ നിന്ന് തകർക്കാനാണ്. മരത്തെ നശിപ്പിക്കാനല്ല, മനഃപൂർവ്വം അതിനെ അരിഞ്ഞുവെട്ടി നിങ്ങളിലൂടെ പുതിയ എന്തെങ്കിലും വളരാൻ അനുവദിക്കാനാണ്. യുങ് പറഞ്ഞു,
പുറത്തേക്ക് നോക്കുന്നവൻ സ്വപ്നം കാണുന്നു, എന്നാൽ ഉള്ളിലേക്ക് നോക്കുന്നവൻ ഉണരുന്നു. നിങ്ങളെ രൂപപ്പെടുത്തിയ ആഴമായ ബന്ധങ്ങളിലേക്ക് സത്യസന്ധമായി നോക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് സഹിക്കാൻ കഴിയാത്തൊരു സത്യത്തിലേക്ക് നിങ്ങൾ ഉണരുകയാണ്. ഒരിക്കൽ സ്നേഹമായി തോന്നിയത് യഥാർത്ഥത്തിൽ ഭയമായിരുന്നു എന്ന് നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. ശക്തിയായി കടന്നുപോയത് പലപ്പോഴും സുഖപ്പെടുത്താത്ത കാഠിന്യം മാത്രമായിരുന്നു. ത്യാഗമെന്ന് ലേബൽ ചെയ്യപ്പെട്ടത് വാസ്തവത്തിൽ വീണ്ടും വീണ്ടും കൈമാറപ്പെട്ട ആത്മത്യാഗമായിരുന്നു. എന്നാൽ നിങ്ങൾക്കിനി ആ സ്ക്രിപ്റ്റ് പിന്തുടരാൻ കഴിയില്ല. നിങ്ങൾ മത്സരകാരിയായതുകൊണ്ടല്ല, നിങ്ങൾ ബോധമുള്ളവരായതുകൊണ്ടാണ്. ബോധം നിലവിളിക്കുന്നില്ല, അത് കത്തുന്നു. അത് നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദമായി കത്തുന്നു, അതിൽ നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുവരെ. വേദനിക്കുമ്പോൾ പോലും, പ്രത്യേകിച്ച് വേദനിക്കുമ്പോൾ. കാരണം ആവർത്തിക്കുന്നതിന്റെ സുഖത്തേക്കാൾ സത്യസന്ധമാണ് ഉണരുന്നതിന്റെ വേദന എന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ നിങ്ങളിവിടെയുണ്ട്, പുതിയ എന്തെങ്കിലും എഴുതാൻ തുടങ്ങുന്നു. നിങ്ങൾക്കിതുവരെ വാക്കുകളില്ലെങ്കിൽ പോലും, പേജ് ഇപ്പോഴും ശൂന്യമായി തോന്നുന്നുവെങ്കിൽ പോലും, നിങ്ങളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ എന്തോ പവിത്രമായ കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്, നിരസനത്തിൽ നിന്നല്ല, ഓർമ്മയിൽ നിന്നാണ്. നിങ്ങൾ മുറിവിന്റെ അവസാനവും രോഗശാന്തിയുടെ തുടക്കവുമാണ്. രണ്ടാമത്തെ അടയാളം, നിങ്ങൾ ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത കഥകളിൽ നിങ്ങൾ ആഴത്തിൽ സ്പർശിക്കപ്പെടുന്നത് കണ്ടെത്തുമ്പോഴാണ്. ഏതോ വിധത്തിൽ നിങ്ങളുടെ ചർമ്മത്തിൽ കൊത്തിവെച്ചതുപോലെ അവയെപ്പോഴും നിങ്ങൾക്ക് സ്വന്തമായിരുന്നു എന്ന പോലെ തോന്നുന്ന ആഖ്യാനങ്ങൾ. ആരെങ്കിലും ഒരു പഴയ നഷ്ടത്തെക്കുറിച്ചും വിദൂരമായ ഒരു അഭാവത്തെക്കുറിച്ചും ഒരു നിശബ്ദ കീഴരങ്ങളിനെക്കുറിച്ചും പരാമർശിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു വികാരത്തിന്റെ തരംഗമുയരുന്നു. അതെവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല, പക്ഷേ അത് പുരാതനമാണെന്ന് തോന്നുന്നു. ഒരു വേദന തുടക്കത്തിൽ നിങ്ങളുടേതല്ലെങ്കിലും അത് നിങ്ങളുടേതാണെന്ന പോലെ നിങ്ങൾ വഹിക്കുന്നതായി നിങ്ങളുടെ ആത്മാവിന് തിരിച്ചറിയുന്നതുപോലെ. കാൾ യുങ് മനസ്സിലാക്കി, മനസ്സിന് നമ്മൾ സങ്കൽപ്പിക്കുന്നത്ര മൂർച്ചയുള്ള അതിരുകളില്ല എന്ന്. അത് സ്വയത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുകയും വളരെ പഴക്കമുള്ളതും ആഴമേറിയതുമായ എന്തിനുമായി ഇഴചേരുകയും ചെയ്യുന്നു. മറ്റാരും സംസാരിക്കാത്തത് നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ജനിച്ചത് സുഖപ്പെടുത്താനായി ഒരു പൂർവിക മുറിവിന്റെ പ്രതിധ്വനിയിൽ സ്പർശിക്കുകയാണ്. ആ വികാരങ്ങൾ നിങ്ങളുടെ ഭാവനയുടെ സൃഷ്ടിയോ അമിത സംവേദനക്ഷമതയുടെ ഫലമോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. അവ ജീവനുള്ള ഓർമ്മകളാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങളുടെ നിശബ്ദതകളിലും നിങ്ങളുടെ ശരീരത്തിലും ഉൾച്ചേർന്ന വൈകാരിക അവശിഷ്ടങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ കാരണമില്ലാതെ സങ്കടം അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഒരു ഭാഗം വ്യക്തിപരമായി നിങ്ങൾക്കൊരിക്കലും സംഭവിക്കാത്ത, എന്നാൽ നിങ്ങൾക്ക് മുമ്പ് വന്ന ആരെയെങ്കിലും ആഴത്തിൽ ബാധിച്ച എന്തിനെയെങ്കിലും വിലപിക്കുന്നതുപോലെ. തലമുറകളിലൂടെ കൈമാറപ്പെട്ട ആ കരയാത്ത ദുഃഖം ഇപ്പോൾ നിങ്ങളിലെത്തിയിരിക്കുന്നു. അത് യാദൃച്ഛികമല്ല. നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കുടുംബ പേരു മാത്രമല്ല, അതൊരു ഊർജ്ജസ്വലമായ പാരമ്പര്യമാണ്. ആളുകൾ പറയാൻ തയ്യാറുള്ള സവിശേഷതകളോ പാരമ്പര്യങ്ങളോ കഥകളോ മാത്രമല്ല നിങ്ങൾക്ക് അവകാശമായി ലഭിച്ചത്. നിശബ്ദതയും പരിഹരിക്കപ്പെടാത്ത ദുഃഖവും വൈകാരിക പ്രവാസവും നിങ്ങൾക്ക് അവകാശമായി ലഭിച്ചു. കൂടുതൽ ഉണർന്നിരിക്കുന്നതും ഒരുപക്ഷെ എപ്പോഴത്തേക്കാളും സന്നിഹിതവുമായ നിങ്ങളുടെ ആത്മാവ് അടിച്ചമർത്തപ്പെട്ട ആ സത്യങ്ങൾ പ്രകടിപ്പിക്കപ്പെടാനും ഒടുവിൽ രൂപാന്തരപ്പെടാനും ഇടം നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ അത് നിങ്ങൾ കേൾക്കുന്ന ഒരു വാചകത്തിലോ അപ്രതീക്ഷിതമായി വെവുവരുന്നുവരുന്ന ആരുപാരുസ്മളമയിലോ ആയിരിക്കും. നിങ്ങളുടെ നെഞ്ചിലൊരു കുത്തുണ്ട്. നൊസ്റ്റാൾജിയ അല്ല, മറിച്ച് തിരിച്ചറിവാണ്. നിഷേധിക്കപ്പെട്ടതും ഇപ്പോൾ മോചിപ്പിക്കപ്പെടാവുന്നതും തമ്മിലുള്ള ഒരു പാലമായി നിങ്ങളുടെ ശരീരം മാറുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം ബാധിക്കപ്പെട്ടതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും, നിങ്ങൾ അമിത പ്രതികരണം കാണിക്കുന്നു എന്നവർ കരുതുന്നുവെങ്കിൽ പോലും, ആഴത്തിൽ നിങ്ങൾക്ക് സത്യമറിയാം. നിങ്ങളുടെ സ്വന്തം വികാരങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അനുഭവിക്കാൻ അനുവാദമില്ലാത്ത എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആത്മാവിനെ ഒരു മണ്ഡലമായി യുങ് വിശേഷിപ്പിച്ചു. അവിടെ വ്യക്തിപരമായും കൂട്ടായും നിരാകരിക്കപ്പെട്ട എല്ലാ ഭാഗങ്ങളും സ്വയം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അകലേക്ക് നോക്കിക്കാണാൻ കഴിയാത്ത കുടുംബവ്യവസ്ഥിതിയുടെ ആ ഭാഗമാണ് നിങ്ങൾ. മറ്റുള്ളവർ ജീവിതകാലം മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടിരുന്നതിലേക്ക് മടങ്ങിവരുന്ന അവബോധമാണ് നിങ്ങൾ. അതിനാൽ അതെ, ചിലപ്പോഴിത് വളരെയധികം തോന്നുന്നു. നിങ്ങൾ തകർന്നതുകൊണ്ടല്ല, നിങ്ങൾ വളരെയധികം സ്വീകരിക്കുന്നതുകൊണ്ടാണ്. കാരണം പുരാതന വികാരങ്ങൾ നിങ്ങളുടെ സത്തയിലൂടെ പ്രതിധ്വനിക്കുന്നു. ഇനി നിശബ്ദമാക്കാൻ കഴിയാത്ത വികാരങ്ങൾ. ഇത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അടച്ചുപൂട്ടാൻ വിസമ്മതിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്. കാരണം ഈ വേദന ഒടുവിൽ സംസാരിക്കേണ്ട ഒരു സത്യത്തിലേക്കുള്ള വാതിലാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സംവേദനക്ഷമത കൊണ്ട് മറ്റാർക്കും വാക്കുകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിനെ നിങ്ങൾ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങൾ ജീവിച്ചിട്ടില്ലാത്തതുമായുള്ള ഈ ബന്ധം വെറും വൈകാരികം മാത്രമല്ലെന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അത് കമ്പനമാണ്. നിങ്ങൾ ചില മുറികളിലേക്ക് കയറുന്നു, ചില കഥകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു പഴയ ഫോട്ടോയിലേക്ക് നോക്കുന്നു.
നിങ്ങളിൽ എന്തോ ഒന്ന് ഉണരുന്നു. ഭാഷയില്ലാത്ത പ്രതിധ്വനി, നിങ്ങളുടെ ആത്മാവിൽ ഒരു സൂക്ഷ്മമായ വിറയൽ. അവിടെ എന്തോ പരിഹരിക്കപ്പെടാത്ത കാര്യം സംഭവിച്ചുവെന്ന നിശബ്ദമായ ഉറപ്പ്. നിങ്ങൾക്കെല്ലാ വിശദാംശങ്ങളും മനസ്സിലായേക്കില്ല, മുഴുവൻ കഥയും പൂർണ്ണമായി ഗ്രഹിച്ചേക്കില്ല. എങ്കിലും ആ അദൃശ്യമായ പാരമ്പര്യം വഹിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് തോന്നുന്നു. രക്തസാക്ഷിത്വം കൊണ്ടോ ശ്രദ്ധയ്ക്ക് വേണ്ടിയോ അല്ല, മറിച്ച് മരവിപ്പിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടു മാത്രം. സ്ഥലത്തിനു പുറത്തു തോന്നുന്ന ആവർത്തികളെ അവഗണിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ഭാഗം നിങ്ങളിലുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വ്യക്തിഗത ചരിത്രത്തിൽ പൂർണ്ണമായും ഉൾപ്പെടാത്ത എന്തിൻ്റെയെങ്കിലും ഭാരം അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്കതൊന്നുമല്ല എന്ന മട്ടിൽ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത് തെറ്റായി നിങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടതല്ല എന്ന് നിങ്ങൾക്കറിയാം. അത് അവസാനിപ്പിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടത്. അത് നിങ്ങളെ ഒരു രക്ഷകനാക്കുന്നില്ല, അത് നിങ്ങളെ ഒരു ചാനലാക്കുന്നു. തലമുറകളായി കുടുങ്ങിക്കിടന്നത് ഒടുവിൽ ചലിക്കാൻ തുടങ്ങുന്ന പാത, വൈകാരികമായ കെട്ടുകൾ അഴിയാൻ തുടങ്ങുന്ന ശരീരം, വർഷങ്ങളുടെ വേദന, ലജ്ജ അല്ലെങ്കിൽ ഭയം എന്നിവയിലൂടെ പൂട്ടിയിട്ടിരുന്ന ഒരു വാതിൽ വീണ്ടും തുറക്കുന്ന ആത്മാവ്. ഈ ചുമതല നിശബ്ദവും പലപ്പോഴും ഏകാന്തവുമാണെങ്കിലും അത് ആഴത്തിൽ പവിത്രവുമാണ്. ഒരു കുടുംബത്തിന്റെ അബോധം എപ്പോഴും അതിലെ ഒരു അംഗത്തിലൂടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് യുങ് വിശ്വസിച്ചു. ശിക്ഷിക്കാനല്ല, സുഖപ്പെടുത്താനും അവബോധത്തിലൂടെ സിസ്റ്റത്തെ പുനഃക്രമീകരിക്കാനുമാണ്. നിങ്ങളുടെ സംവേദനക്ഷമത, നിങ്ങളുടെ അസ്വസ്ഥത, നിങ്ങളുടെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന വികാരങ്ങൾ എന്നിവയാൽ നിങ്ങൾ ആ അംഗമാണ്. മറ്റാർക്കും കാണാൻ കഴിയാത്തതിന് സാക്ഷിയാകാൻ വരുന്നയാൾ, തലമുറകൾ കുഴിച്ചിട്ടത് അനുഭവിക്കാൻ വരുന്നയാൾ. ഓരോ തവണയും നിങ്ങൾ ഒരു പുരാതന വികാരം ഉയരാൻ അനുവദിക്കുമ്പോൾ, ഓരോ തവണയും നിങ്ങൾ ഒരു വേദനയെ ആവർത്തിക്കാതെ ബഹുമാനിക്കുമ്പോൾ, ഓരോ തവണയും നിങ്ങൾ കുറ്റബോധം വഹിക്കാതെ ഒരു വിനാശകരമായ പാറ്റേണിനെ തകർക്കുമ്പോൾ, നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി മാത്രമല്ല സുഖപ്പെടുത്തുന്നത്, നിങ്ങൾ പിന്നിലേക്ക് സുഖപ്പെടുത്തുന്നു, നിങ്ങൾ മുന്നോട്ട് മോചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിന് ആ പരിവർത്തനം അദൃശ്യമാണെങ്കിൽ പോലും അത് എല്ലാം മാറ്റുന്നു. ഒരു മൂന്നാമത്തെ അടയാളമുണ്ട്, പലരും അവഗണിക്കുന്നതും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മിക്കവാറും എപ്പോഴും ഒരു നിശബ്ദ ഭാരം പോലെ വഹിച്ചതും, നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും വ്യത്യസ്തനായ ആളായിരുന്നു എന്ന സൂക്ഷ്മവും പലപ്പോഴും വേദനാജനകവുമായ തിരിച്ചറിവാണത്. ചിന്തകൾ പൂർണ്ണമായും യോജിക്കാത്ത ആൾ, സാന്നിധ്യം മനഃപൂർവ്വമല്ലെങ്കിൽ പോലും അസ്വസ്ഥത ഉണർത്തുന്ന ആൾ, മറ്റുള്ളവർ സാധാരണമാക്കിയത് കണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുന്ന ആൾ. നിങ്ങൾക്കൊരിക്കലും പൂർണ്ണമായും സ്വന്തമാണെന്ന് തോന്നിയിട്ടില്ല. നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ അവബോധത്തിന്റെ ഒരു വ്യത്യസ്ത ആവൃത്തിയിലേക്ക് ശ്രദ്ധിച്ചിരുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കുടുംബവ്യവസ്ഥിതിക്ക് ഇതുവരെ മനസ്സിലാകാത്തതും പിന്തുണയ്ക്കാൻ പോലും കഴിയാത്തതുമായ ഉയർന്ന ബോധാവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് ശ്രേഷ്ഠതയുടെ കാര്യമല്ല, വിന്യാസത്തിന്റെ കാര്യമാണ്. കാൾ യുങ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. കുടുംബവൃക്ഷത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന വ്യക്തി താൻ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന വേരുകളിൽ നിന്ന് തന്നെ പലപ്പോഴും നിരസിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ടും നിങ്ങളുടെ ആന്തരിക സത്യത്തോട് വിശ്വസ്തത പുലർത്തുന്നതിലൂടെ അത് നിങ്ങളെ അകറ്റുന്ന സമയത്ത് പോലും വെറും അംഗീകാരത്തേക്കാൾ വളരെ വലിയ എന്തിനെയാണ് നിങ്ങൾ ബഹുമാനിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യത്തെയാണ് നിങ്ങൾ ബഹുമാനിക്കുന്നത്. ഒത്തുപോകാത്ത ഈ വികാരം അടുത്ത കാലത്തെ അല്ലെന്നും നിങ്ങൾക്ക് ആഴത്തിലറിയാം. ഓർമ്മയുള്ള കാലം മുതൽ അത് നിങ്ങളോടൊപ്പമുണ്ട്. ബാല്യം മുതലേ നിങ്ങൾ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആഴത്തിൽ അനുഭവപ്പെട്ടു, കൂടുതൽ തീവ്രമായി അറിയാൻ കഴിഞ്ഞു. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ജീവിതത്തോട് പ്രതികരിച്ചു. അവർക്ക് നിസ്സാരമായിരുന്നത് നിങ്ങൾക്ക് അതിമഹത്തായിരുന്നു. അവർ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചത് അന്വേഷിക്കാതെ നിങ്ങൾക്കൊരിക്കലും ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. എവിടെയോ വഴിയിൽ ആ സംവേദനക്ഷമത ഒരു കുറവാണെന്നും നിങ്ങളുടെ ആഴം ഒരു ഭാരമാണെന്നും നിങ്ങളുടെ തീവ്രത പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണെന്നും നിങ്ങൾക്ക് തോന്നിപ്പിച്ചു. നിങ്ങൾ വളരെ അധികമാണെന്നും വളരെ സെൻസിറ്റീവാണെന്നും വളരെ വൈകാരികനാണെന്നും വളരെ സങ്കീർണനാണെന്നും നിങ്ങളോട് പറയപ്പെട്ടു. വളരെ കാലം നിങ്ങൾ അവരെ വിശ്വസിച്ചു. അതിനാൽ നിങ്ങൾ അനുരൂപപ്പെടാൻ ശ്രമിച്ചു. നിങ്ങളുടെ ഭാഗങ്ങൾ വെട്ടിക്കുറച്ചു. നിങ്ങളുടെ അറ്റങ്ങൾ വാർത്തെടുത്തു. നിശബ്ദതയുടെയും അടിച്ചമർത്തലിന്റെയും കല പരിശീലിച്ചു, സ്വന്തമാകുന്നതിന്റെ പേരിൽ. എന്നാൽ ഓരോ തവണയും നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മങ്ങി, എന്തോ പവിത്രമായത് നിശബ്ദമാക്കപ്പെട്ടു. കാരണം ആ വ്യത്യാസം നിങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ച ആ കാര്യം തന്നെ ഒരു തെറ്റായിരുന്നില്ല, അത് നിങ്ങളുടെ സിഗ്നലായിരുന്നു. ഒരു നിശബ്ദമായ ദിവ്യ ഓർമ്മപ്പെടുത്തൽ, ഒരേ കഥ തുടരാനല്ല നിങ്ങളിവിടെ വന്നതെന്ന്, അതിന്റെ വേരുകളിൽ തിരുത്തിയെഴുതാനാണ്. തിരുത്തിയെഴുതൽ എന്നാൽ അടിച്ചേൽപ്പിക്കാനാണ് എന്നല്ല, കേൾക്കാൻ നിലവിളിക്കുകയോ മാറ്റം നിർബന്ധിക്കുകയോ എന്നല്ല, സ്വയം ഉപേക്ഷിക്കാതെ പൂർണ്ണമായും യാതൊരു ഖേദവുമില്ലാതെ നിലനിൽക്കുക എന്നാണ്. ഇത് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുമ്പോൾ പോലും നിങ്ങളുടെ കാഴ്ചപ്പാട് ഉറച്ചു നിർത്തുക എന്നാണ്. അത് അകലം സൃഷ്ടിക്കുമ്പോൾ പോലും, സംശയത്തോടെയോ രക്ഷാകർതൃത്വത്തോടെയുള്ള പുഞ്ചിരികളോടെയോ നിമിതമ്പം പോലും. കാരണം
നിങ്ങൾ വഹിക്കുന്നത് വെറുമൊരു വ്യത്യസ്ത വീക്ഷണമല്ല, അത് തികച്ചുമൊരു പുതിയ ആവൃത്തിയാണ്. നിങ്ങൾക്ക് മുമ്പുള്ള തലമുറകളെ അവഗണിക്കാനോ അടിച്ചമർത്താനോ പഠിപ്പിച്ച എല്ലാറ്റിനെയും ശ്രമിക്കാതെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു വൈബ്രേഷൻ. ഇതിനെ യങ് വ്യക്തീകരണ പ്രക്രിയ എന്ന് വിശേഷിപ്പിച്ചു. നിങ്ങളുടെ കുടുംബത്തിന്റെയും സംസ്കാരത്തിന്റെയും പൂർവികരുടെയും പാരമ്പര്യ പ്രതീക്ഷകളെ ധിക്കരിക്കുക എന്നതർത്ഥമാക്കുന്നെങ്കിൽ പോലും നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതാകാനുള്ള ധീരമായ യാത്ര. അത് കൃത്യമായി നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ്. നിങ്ങൾക്കായി രൂപപ്പെടുത്താത്ത ഒരു പാതയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. മറ്റുള്ളവർ തിരക്കുകൂട്ടുന്നിടത്ത് നിർത്താൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. മറ്റുള്ളവർ നിശബ്ദരായിരിക്കുന്നിടത്ത് സംസാരിക്കാൻ. നിങ്ങളോട് പറയപ്പെടുന്നതിനേക്കാൾ നിങ്ങൾക്ക് തോന്നുന്നതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ. അത് മത്സരമല്ല, അത് പ്രകടനമാണ്. ഒത്തുപോകാത്ത ആ വേദനാജനകമായ വികാരം, അത് നിങ്ങളുടെ ദിശാസൂചിയായി മാറിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നു. അത് ശിക്ഷയായിട്ടല്ല, തെളിവായിട്ടാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. ആരെയും രക്ഷിക്കാനോ എന്തെങ്കിലും തെളിയിക്കാനോ അല്ല, മറിച്ച് ഓർമ്മിക്കാനും നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ജീവിക്കാനും അനുഭവിക്കാനും ബന്ധപ്പെടാനും മറ്റൊരു മാർഗമുണ്ടെന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനുമാണ് നിങ്ങളിവിടെ വന്നത് എന്നതിന്റെ തെളിവ്. അതെ, ചിലപ്പോൾ ഈ പങ്ക് ഭാരമായി തോന്നുന്നു, ചിലപ്പോൾ ഇത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. പക്ഷേ നിങ്ങളിനി അതിനെ ഒരു ശാപമായി കാണുന്നില്ല. നിങ്ങളതിനെ ഒരു വിളിയായി കാണുന്നു. കാരണം ആരെങ്കിലും ചക്രത്തെ തടസ്സപ്പെടുത്തേണ്ടിയിരുന്നു. അനന്തമായി ലൂപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആഖ്യാനത്തെ ആരെങ്കിലും താൽക്കാലികമായി നിർത്തേണ്ടിയിരുന്നു. ആ ആരെങ്കിലും നിങ്ങളാണ്. നിങ്ങൾ കൂടുതൽ ആധികാരികമാകുന്തോറും നിങ്ങൾക്ക് ചുറ്റുമുള്ള അപഭ്രംശം കൂടുതൽ വ്യക്തമായി കാണുമെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. മുറിയിലുള്ളത് മാത്രം ഊർജ്ജത്തെ മാറ്റുന്ന നിമിഷങ്ങളുണ്ട്. ചില സംഭാഷണങ്ങൾ പിരിമുറുക്കമുള്ളതായിത്തീരുന്നു. നിങ്ങളുടെ സാന്നിധ്യം മാത്രം ആരും ആവശ്യപ്പെടാത്ത ഒരു കണ്ണാടി പിടിച്ചു നിൽക്കുന്നതുപോലെ. നിങ്ങൾ ആരെയും മാറ്റാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ സ്വയമായിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ കമ്പനം മാറിയിരിക്കുന്നു. അത് മറയ്ക്കാൻ കഴിയില്ല. ഒരു വാക്കുപോലും പറയേണ്ടതില്ല. നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾക്കായി സംസാരിക്കുന്നു. അതെപ്പോഴും തുറന്ന കൈകളോടെ സ്വാഗതം ചെയ്യപ്പെടുന്നില്ല. ചിലപ്പോൾ അത് സൂക്ഷ്മമായ ഒഴിവാക്കലായും വിശദീകരിക്കാനാകാത്ത അകലമായും വായുവിൽ കനത്തു തൂങ്ങിക്കിടക്കുന്ന വിചിത്രമായ നിശബ്ദതകളായും പ്രകടമാകുന്നു. നിങ്ങൾ തെറ്റു ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ തലമുറകളായി തണലിൽ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നതുകൊണ്ടാണ്. എത്ര മനോഹരമാണെങ്കിലും വെളിച്ചം ആദ്യം ആഴത്തിൽ അസ്വസ്ഥമാക്കും. അത് തടസ്സപ്പെടുത്തുന്നു, അത് വെളിപ്പെടുത്തുന്നു. എല്ലാവരും അതിന് തയ്യാറല്ല. എന്നാൽ മറ്റുള്ളവർക്ക് സുഖകരമാക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രകാശം മങ്ങിക്കാൻ നിങ്ങളിനി തയ്യാറല്ല. നടിക്കുന്നതിൻ്റെയും നിശബ്ദരായിരിക്കുന്നതിൻ്റെയും ഒരിക്കലും യോജിക്കാത്ത അച്ചുകളിലേക്ക് സ്വയം ഞെരിക്കുന്നതിൻ്റെയും വില നിങ്ങൾ ഇതകം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് ഇനി ആ ചെലവ് വഹിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു. കാരണം സ്വയം ചെലവിൽ സ്വന്തമാകുന്നതിൻ്റെ വില വളരെ കുത്തനെയുള്ളതാണ്. നിങ്ങളിത് സിദ്ധാന്തത്തിലൂടെയല്ല, അനുഭവത്തിലൂടെയാണ് പഠിച്ചത്. നിറയ്ക്കാൻ കഴിയാത്ത ശൂന്യതയിലൂടെ, ആന്തരികമായ ഒടിവുകളിലൂടെ. പുറമെ എല്ലാം ശരിയാണെന്ന് തോന്നിയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എന്തോ നിലവിളിച്ച ആ രാത്രികളിലൂടെയും. യൂങ് പറഞ്ഞു, ഒരാൾ സാമൂഹിക സ്ക്രിപ്റ്റ് ജീവിക്കുന്നതിനു പകരം സ്വന്തം വിധി വഹിക്കാൻ തിരഞ്ഞെടുക്കുന്ന നിമിഷമാണ് രോഗശാന്തി ആരംഭിക്കുന്നത്. അതാണ് നിങ്ങൾ കൃത്യമായി ചെയ്യുന്നത്. സമാധാനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത് നിങ്ങൾ നിർത്തി. നിങ്ങളുടെ സത്തയോട് സത്യസന്ധത പുലർത്താൻ ജീവിക്കാൻ തുടങ്ങി. കാരണം ഈ ആന്തരിക വിശ്വസ്തത നിങ്ങളെ മാത്രമല്ല മോചിപ്പിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ശേഷം വരുന്ന ഓരോ ആത്മാവിനെയും ഇത് മോചിപ്പിക്കുന്നു. ഒത്തുപോകാത്തത് ഇനി നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല, അത് നിങ്ങളെ ഉറപ്പിക്കുന്നു. നിങ്ങളുടെ പാത ആവർത്തനത്തിൻ്റേതല്ല, സൃഷ്ടിയുടേതാണ് എന്നത് നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ഊർജം അച്ചിൽ യോജിക്കാനുള്ളതല്ല, അതിനെ സൗമ്യമായി അലിയിക്കാനുള്ളതാണ്. നാശത്തിലൂടെയല്ല, സ്നേഹത്തിലൂടെ. ശബ്ദത്തിലൂടെയല്ല, ഇനി താനല്ലാത്തതായി നടിക്കാൻ കഴിയാത്ത ഒരാളുടെ നിശബ്ദമായ യോജിപ്പിലൂടെ. നിങ്ങളിനി ഒളിക്കുന്നില്ല, നിങ്ങളിനി ക്ഷമാപണം നടത്തുന്നില്ല, നിങ്ങൾ വെറുതെയുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ലോകത്തെ മാറ്റുകയാണ്. ഒരു സമയം, ഒരു സത്യം. നാലാമത്തെ അടയാളം, നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് വന്നവരെയും നിങ്ങൾക്ക് ശേഷം വരുന്നവരെയും ബാധിക്കുന്നു എന്ന തിരിച്ചറിവിലൂടെ നിങ്ങൾ ആഴത്തിൽ സ്പർശിക്കപ്പെടുമ്പോഴാണ്. നിങ്ങളിനി അഹന്തയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നില്ല, നിങ്ങൾ അവബോധത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. കാരണം നിങ്ങളൊരു പാറ്റേൺ തകർക്കുമ്പോഴെല്ലാം നിങ്ങൾ സ്വാർത്ഥത കാണിക്കുകയല്ല, മറിച്ച് ഒരു മുഴുവൻ വംശപരമ്പരയെയും ആവർത്തനത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. വ്യക്തിഗത രോഗശാന്തി യഥാർത്ഥത്തിൽ കൂട്ടായ രോഗശാന്തിയാണെന്ന് കാൾ യുങ് വിശ്വസിച്ചു. നിങ്ങളുടെ സത്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ രക്തബന്ധത്തിനായി ഒരു പുതിയ ഭാവി എഴുതുകയാണ്. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാരവും ബഹുമതിയും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു.
കാരണം നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ഇനി വ്യക്തിപരമായ സുഖസൗകര്യങ്ങളെക്കുറിച്ചു മാത്രമല്ല. ഓരോ ബോധപൂർവമായ ചുവടും പഴയ കെട്ടുകൾ അഴിക്കുന്നു എന്ന അറിവോടെയാണ് നിങ്ങളവ ചെയ്യുന്നത്. സ്നേഹത്തോടെ നിങ്ങൾ സ്ഥാപിക്കുന്ന ഓരോ അതിരും മുമ്പൊരിക്കലുമില്ലാത്ത ഒരു പരിധിയെ അടയാളപ്പെടുത്തുന്നു. നിലവിളിക്കുന്നതിനു പകരം നിശബ്ദത തിരഞ്ഞെടുക്കുമ്പോൾ, മുഖം മൂടിക്കു പകരം സത്യം, വേഷത്തിനു പകരം ആത്മാവ്. നിങ്ങൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പവിത്രമായ ഇടം തുറക്കുകയാണ്. ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും നിങ്ങളത് ചെയ്യുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ തുടരുന്നു. കാരണം കയ്യടിക്കു വേണ്ടിയല്ല നിങ്ങളത് ചെയ്യുന്നത്. അത് അർത്ഥപൂർണമായി തോന്നുന്നതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ പുരാതനമായ എന്തോ ഒന്ന്, ഈ ജീവിതത്തിലും പഴക്കമുള്ളത്, ഒരു ചക്രം അവസാനിപ്പിക്കാനാണ് നിങ്ങൾ വന്നതെന്നറിയുന്നു. നിരസനത്തിൽ നിന്നല്ല, ഉന്നതിയിൽ നിന്നാണ്. മുമ്പ് വന്നവരെ ശിക്ഷിക്കാനല്ല, അവർക്ക് അവസരം ലഭിച്ചപ്പോൾ മോചിപ്പിക്കാൻ കഴിയാത്തതിനെ മോചിപ്പിക്കാനാണ്. ഭൂതകാലത്തെ സുഖപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും ശക്തമായ മാർഗങ്ങളിലൊന്ന് വർത്തമാനകാലത്ത് ആധികാരികമായി ജീവിക്കുക എന്നതാണെന്ന് കാൾ യൂങ് പറഞ്ഞു. നിങ്ങൾ ആ സത്യത്തെ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. പാരമ്പര്യം ലംഘിക്കുമോ എന്ന ഭയത്താൽ ഇനി നിങ്ങൾ നയിക്കപ്പെടുന്നില്ല. അവബോധത്തോടെ പാരമ്പര്യം രൂപാന്തരപ്പെടുത്തുമ്പോൾ എന്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാഴ്ചപ്പാടിലാണ് നിങ്ങളിപ്പോൾ. ഓരോ ബന്ധവും ഓരോ തീരുമാനവും നിങ്ങൾക്കുണ്ടാകാൻ ധൈര്യമുള്ള ഓരോ ആഴത്തിലുള്ള സംഭാഷണവും വെറും വ്യക്തിഗത വളർച്ച മാത്രമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അത് നിങ്ങളിലൂടെ പുനരെഴുതപ്പെടുന്ന ഒരു കൂട്ടായ ഓർമ്മയുടെ ഭാഗമാണ്. കാരണം മാറ്റം എപ്പോഴും വമ്പിച്ച ആംഗ്യങ്ങളിലൂടെ വരുന്നില്ല. ചിലപ്പോൾ അത് ഒരു ഉറച്ച ഇല്ലായായി, ഒരു ചഞ്ചലമില്ലാത്ത നോട്ടമായി, ഇനി നടിക്കാത്ത ഒരു സാന്നിധ്യമായി വരുന്നു. ആ ചെറിയ ആംഗ്യത്തിനുള്ളിൽ നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ പൂർണ്ണരായതുകൊണ്ടല്ല, നിങ്ങൾ സന്നിഹിതരായതുകൊണ്ടാണ്. എല്ലാം കണ്ടുപിടിച്ചതുകൊണ്ടല്ല, നിങ്ങൾ ഓടുന്നത് നിർത്തിയതുകൊണ്ടാണ്. ഓടുന്നത് നിർത്തുന്നതിലൂടെ ഒരിക്കൽ ഭയം, നിശബ്ദത അല്ലെങ്കിൽ ചക്രങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞിരുന്ന ഇടം നിങ്ങൾ പിടിച്ചുവെക്കുകയാണ്. ആ ഇടം ഇപ്പോൾ നിങ്ങളുടെ അവബോധത്താൽ നിറഞ്ഞിരിക്കുന്നു. ഓരോ തവണയും നിങ്ങൾ വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങൾക്കുള്ളിലും നിങ്ങളുടെ കുടുംബത്തിന്റെ കഥയിലും എന്തോ ഒന്ന് വീണ്ടും വിന്യസിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വെറുമൊരു വ്യക്തിപരമായ വികാരമല്ല, നിങ്ങളുടെ വംശപരമ്പരയുടെ അദൃശ്യമായ തുണിയിലെ ഒരു ചരട് മാറുന്നതുപോലെയാണ്. ഇതെന്നോട് അവസാനിക്കുന്നു എന്ന് പറയുന്നതിലൂടെ, അത് പറയാൻ ഒരിക്കലും ശബ്ദമില്ലാതിരുന്ന ഒരാളെ വളരെ മുമ്പ് നിങ്ങൾ മോചിപ്പിക്കുന്നതുപോലെ. അതൊരിക്കലും ഉറക്കെ പറയപ്പെടുന്നില്ലെങ്കിൽ പോലും, ആരും അതിന് പേരിടുന്നില്ലെങ്കിൽ പോലും, നിങ്ങൾ അവബോധത്തോടെ മാറുമ്പോൾ മുഴുവൻ സിസ്റ്റത്തിലും എന്തോ മാറുന്നുവെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ യാത്ര എത്ര വ്യക്തിപരമായി തോന്നിയാലും വിശാലമായ ഒരു വലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ രോഗശാന്തി നിങ്ങളോട് അവസാനിക്കുന്നില്ല. കൃത്രിമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബന്ധം തകർക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമ്പോൾ, അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വേഷം ഉപേക്ഷിക്കുമ്പോൾ, യാന്ത്രികമായ സംഘർഷത്തിനു പകരം സമാധാനം തിരഞ്ഞെടുക്കുമ്പോൾ, അതിനു മുമ്പ് ശക്തിയോ അനുമതിയോ സ്വാതന്ത്ര്യമോ ഇല്ലാതിരുന്നവരെ നിങ്ങൾ ബഹുമാനിക്കുകയാണ്. ഒരു തലമുറയിൽ വൈകാരികമായി പരിഹരിക്കപ്പെടാതെ പോകുന്നത് അടുത്ത തലമുറയിൽ വിധിയായി കൈമാറപ്പെടുന്നുവെന്ന് കാൾ യുങ് പറഞ്ഞു. വേരിൽ അവഗണിക്കപ്പെട്ടതിനെ സുഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ശൃംഖല തകർക്കുകയാണ്. ദേഷ്യത്തോടെയല്ല, അവബോധത്തോടെയാണ്. കാരണം രൂപാന്തരപ്പെടാത്തത് ആവർത്തിക്കപ്പെടുന്നു. നിങ്ങളുടെ ആത്മാവിനെ നിശബ്ദമാക്കുന്ന ചക്രങ്ങളെ ഇനി നിങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല. നിങ്ങൾ ആർക്കോടും വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ സത്യസന്ധത വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നു. നിങ്ങളുടെ പാത തെറ്റിദ്ധരിക്കപ്പെട്ടാലും നിങ്ങൾക്ക് സമാധാനം തോന്നുന്നു. കാരണം ഇന്ന് നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന സമാധാനം നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്വയം ജീവിതത്തിന്റെ കുട്ടികൾക്കോ പാരമ്പര്യമായി ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഓരോ തവണയും നിങ്ങൾ നിങ്ങളുടെ മുറിവുകളിൽ നിന്നല്ല, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊരു പ്രകാശത്തിന്റെ കണ്ണിയായി മാറുന്നു. ഒരു വേദനാജനകമായ ചത്രത്തെ ഒരു പുതിയ തുടക്കമാക്കി മാറ്റുന്നു. ആ തുടക്കം നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. അഞ്ചാമത്തെ അടയാളം, ശുദ്ധീകരിക്കാനുള്ള ആഴമായ പ്രേരണ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഭൗതിക ഇടം മാത്രമല്ല, നിങ്ങളുടെ ബന്ധങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് ലഘുത്വം ആവശ്യപ്പെടുന്നതുപോലെയാണ്. ഒരു രക്ഷപ്പെടലായിട്ടല്ല, വ്യക്തതയിലേക്കുള്ള ഒരു പാതയായിട്ടാണ്. ഒരിക്കലും നിങ്ങളുടേതല്ലാത്തത് വഹിക്കുന്നതോ ഇനി നിങ്ങളുടെ സത്യത്തെ പ്രതിഫലിപ്പിക്കാത്ത പാറ്റേണുകൾ ഉയർത്തിപ്പിടിക്കുന്നതോ നിങ്ങൾക്ക് തുടരാൻ കഴിയില്ല. അബോധത്തിൽ ശേഖരിക്കപ്പെടുന്നത് ഒടുവിൽ ബാഹ്യലോകത്ത് സ്വയം വെളിപ്പെടുത്തുമെന്ന് കാൾ യുങ് മനസ്സിലാക്കി. നിങ്ങളുടെ ആന്തരിക ലോകത്ത് മറ്റൊരു സ്ഥലത്തുനിന്ന് വസിക്കാൻ കഴിയുന്നതിനായി നിങ്ങൾ ഇപ്പോൾ സ്വയം ശൂന്യമാക്കാൻ തുടങ്ങുകയാണ്. ശുദ്ധീകരിക്കാനുള്ള ഈ പ്രേരണ ആഴമില്ലാത്തതാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. ഒരു ബാഹ്യലക്ഷ്യമായി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല, നിങ്ങളുടെ ആത്മാവ് ഒടുവിൽ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിനായി ഇടം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്.
ചില കാര്യങ്ങളും ആളുകളും ചിന്തകളും ഇനി നിങ്ങളുടെ നിലവിലെ കമ്പനിയുമായി പ്രതിധ്വനിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അവ മോശമായതുകൊണ്ടല്ല, അവ ഇനി നിങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഓടിപ്പോകുന്നതുകൊണ്ടല്ല, നിങ്ങളിപ്പോഴൊരു വ്യത്യസ്ത കേന്ദ്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. കൂടുതൽ വിശ്വസ്തവും കൂടുതൽ സമാധാനപൂർണവും കൂടുതൽ ആഴമേറിയതുമായ ഒരു കേന്ദ്രം. നിങ്ങൾ നിങ്ങളുടെ വീടും വാർഡ്രോബും ദിനചര്യകളും വൃത്തിയാക്കുന്നതുപോലെ ശീലത്തിൽ നിങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വസ്തതകളെ പരിശോധിക്കാനും നിങ്ങൾ തുടങ്ങുന്നു. ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത കുറ്റബോധം നിങ്ങൾ വഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. സംഘർഷത്തെ ഭയന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ബന്ധങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടോ? ഇനി നിങ്ങളുടെ ആഴമായ സത്യവുമായി യോജിക്കാത്ത ആശയങ്ങളെ നിങ്ങൾ ഇപ്പോഴും അനുസരിക്കുന്നുണ്ടോ? നിങ്ങളെ ഭാരപ്പെടുത്തുന്നതിൽ ഭൂരിഭാഗവും ഒരിക്കലും യഥാർത്ഥത്തിൽ നിങ്ങളുടേതായിരുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഉള്ളിലേക്ക് നോക്കുന്നവർ ഉണരുന്നു എന്ന് ഒരിക്കൽ കാൾ യങ് പറഞ്ഞു. കൂടുതൽ സത്യസന്ധതയോടെയും കൂടുതൽ ശാന്തതയോടെയും കുറഞ്ഞ വിധിയോടെയും നിങ്ങൾ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ സ്ഥലത്തുനിന്ന് ശബ്ദവും ആശയക്കുഴപ്പവും പിരിമുറുക്കവും പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതിൽ നിന്നല്ല, മറിച്ച് നിങ്ങൾ ഇപ്പോഴും വലിച്ചിഴയ്ക്കുന്നതിൽ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കാത്തത് വലിച്ചിഴയ്ക്കുന്നത് നിങ്ങൾക്ക് തുടരാൻ ആഗ്രഹമോ ഇല്ല. അതിനാൽ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ആർദ്രതയോടെ, മറ്റു ചിലപ്പോൾ വേദനയോടെ, എന്നാൽ എപ്പോഴും സത്യത്തോടെ. പാരമ്പര്യമായി ലഭിച്ച പാറ്റേണുകളും നിങ്ങളെ വിച്ഛേദിക്കുന്ന ശീലങ്ങളും നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന വേഷങ്ങളും നിങ്ങൾ മോചിപ്പിക്കുന്നു. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇതിനകം അതിന്റെ ഗതി പൂർത്തിയാക്കിയ ഒരു ഭൂതകാലവുമായുള്ള അദൃശ്യമായ കരാറുകൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ. നിങ്ങൾ ബോധപൂർവം നിശബ്ദമായി ശുദ്ധീകരിക്കുന്ന ഓരോ കാര്യവും ഒരു സ്നേഹപ്രവൃത്തിയാണ്. സ്വയം സ്നേഹം, നിങ്ങൾക്ക് ശേഷം വരുന്നവരോടുള്ള സ്നേഹം, നിങ്ങൾക്ക് മുമ്പ് വന്നവരോടുള്ള സ്നേഹം, നിങ്ങൾ ഇപ്പോൾ സ്വയം അനുവദിക്കുന്നത് ചെയ്യാൻ കഴിയാതിരുന്നവരോടുള്ള സ്നേഹം. നിങ്ങൾ ആരാണെന്ന് ഓർമ്മിക്കാൻ നിങ്ങൾ സ്വയം ശൂന്യമാക്കുകയാണ്. ക്ലോഷറിന്റെ ഒരു പ്രധാന ഭാഗമാണത്. നിങ്ങൾ ബാഹ്യമായി എന്തെങ്കിലും ശുദ്ധീകരിക്കുമ്പോഴെല്ലാം ആന്തരികമായി എന്തെങ്കിലും ഭാരം കുറയുന്നതായും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അത് യാദൃശികമല്ല. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ഊർജ്ജത്തെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു. നിരന്തരമായ ശബ്ദമോ ആഴമില്ലാത്ത സംഭാഷണങ്ങളോ ഇനി നിങ്ങളുമായി യോജിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ സ്വയം ചമയ്ക്കുന്ന ഒഴിക്കഴിവുകളോ നിങ്ങൾക്കിനി സഹിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ അവഗണിച്ചിരുന്നത് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുന്നു. ആ ശുദ്ധീകരണ പ്രവൃത്തി എപ്പോഴും ദൃശ്യമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം വേദനയുടെ ന്യായീകരണം നിർത്തുന്നതിനെക്കുറിച്ചാണ്. മറ്റു സമയങ്ങളിൽ കുറ്റബോധമില്ലാതെ ഇല്ല എന്നു പറയുന്നതോ ഉൽപാദനക്ഷമതയുമായി നഷ്ടപരിഹാരം നൽകേണ്ടതിന്റെ ആവശ്യകത അനുഭവിക്കാതെ വിശ്രമിക്കാൻ സ്വയം അനുവദിക്കുന്നതോ ആകാം. നിങ്ങൾ പാരമ്പര്യമായി ലഭിച്ച പഴയ കൽപ്പനകളും സമ്മർദ്ദവും ആത്മനിഷേധവും നിർബന്ധിത നിശബ്ദതയും നിങ്ങൾ സാവധാനം പൊളിച്ചുമാറ്റുകയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ലോകത്തുള്ളതിന്റെ ഒരു പുതിയ മാർഗം എഴുതുകയാണ്. അബോധത്തെ നിരസിക്കാനല്ല, മോചിപ്പിക്കാനുള്ള സംയോജനത്തെക്കുറിച്ച് കാൾ യുങ് സംസാരിച്ചു. നിങ്ങൾ ഒരിക്കൽ ഒഴിവാക്കിയിരുന്നതിനോട് അനുകമ്പയോടെ അഭിമുഖീകരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സംയോജിക്കുകയാണ്. എല്ലാം പരിഹരിച്ചതുകൊണ്ടല്ല, എല്ലാം ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നതിനായി നിങ്ങൾ ഇനി സ്വയം തകർക്കുന്നില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ശരിയായിരിക്കേണ്ടതോ എന്തെങ്കിലും തെളിയിക്കേണ്ടതോ ആവശ്യമില്ല. നിങ്ങൾ പിന്നിലുപേക്ഷിക്കുന്നതിനോട് സമാധാനം തോന്നണമേ ആവശ്യമുള്ളൂ. നിങ്ങൾ മോചിപ്പിക്കുന്ന ഓരോ വസ്തുവും, നിങ്ങൾ പുനർനിർവചിക്കുന്ന ഓരോ ബന്ധവും, വിശദീകരണമില്ലാതെ നിങ്ങൾ വിട്ടുകളയുന്ന ഓരോ വികാരവും ഒരു പൂർവിക മോചനത്തിന്റെ പ്രവൃത്തിയാണ്. കാരണം എല്ലാം പൂർണ്ണമായും വ്യക്തമാകുമ്പോഴല്ല ചക്രങ്ങൾ അവസാനിക്കുന്നത്. മുറിവിൽ നിന്ന് ജീവിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അവ അവസാനിക്കുന്നു. നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നല്ല, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സ്വയം അനുമതി നൽകുമ്പോൾ അവ അവസാനിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ അത് മറന്നുപോയാലും ഇതിനകം വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുന്നു. ആറാമത്തെ അടയാളം, ഒരു ബുദ്ധിമുട്ടുള്ള പാതയ്ക്ക് ശേഷവും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഇപ്പോഴും തുറന്നിരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ അടച്ചുപൂട്ടിയിട്ടില്ല, അതിനെല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നിട്ടും. നിങ്ങളുടെ ആത്മാവിനെ കഠിനമാക്കിയിട്ടില്ല, വേദന യഥാർത്ഥമായിരുന്നിട്ടും. ഒരു ചക്രം അവസാനിപ്പിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ അടയാളമാണിത്. നിങ്ങൾക്ക് പാരമ്പര്യമായി ലഭിച്ച വൈകാരിക അടച്ചുപൂട്ടൽ ആവർത്തിച്ചുകൊണ്ടല്ല, തുറന്നിരിക്കുന്നതിലൂടെയാണ്. നാം മുറിവിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നിർത്തി അവബോധത്തിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കുന്നത് എന്ന് കാൾ യങ് മനസ്സിലാക്കി. ക്ഷീണത്തിന്റെ നടുവിൽ പോലും നിങ്ങൾ സുഖപ്പെടുത്താൻ തിരഞ്ഞെടുക്കുന്നത് തുടർന്നു. തുറന്നിരിക്കുക എന്നത് സുഖകരമായൊരു തിരഞ്ഞെടുപ്പായിരുന്നില്ല എന്നും നിങ്ങൾക്കറിയാം.
അത് ധീരമായ ഒന്നായിരുന്നു. കാരണം അടച്ചുപൂട്ടുന്നത് എളുപ്പമായിരുന്നു. വളരെയധികം നിരാശകൾക്ക് ശേഷവും വളരെയധികം തകർന്ന ബന്ധങ്ങൾക്ക് ശേഷവും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ലഭിച്ചതിലും കൂടുതൽ നൽകിയതിനു ശേഷവും അത് അർത്ഥപൂർണമായിരുന്നു. ഒരു കവചം നിർമ്മിക്കുന്നത് സ്വാഭാവികമായിരുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല. അനുഭവിക്കാനും വിശ്വസിക്കാനും സുഖപ്പെടുത്താനും നിങ്ങൾ തിരഞ്ഞെടുത്തു. അത് ചിലപ്പോൾ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ആത്മാവ് അതിജീവനത്തിനായി കഠിനമാക്കുന്നതിന്റെ സ്ക്രിപ്റ്റ് വീണ്ടും പ്ലേ ചെയ്യാനല്ല ഇവിടെ വന്നത്. മറ്റൊരു സ്ഥലത്തുനിന്ന് ജീവിതം പുനരെഴുതാനാണ്. ബോധപൂർവമായ തുറന്നുപറയലിൽ നിന്ന്, ശക്തിയായി രൂപാന്തരപ്പെട്ട ദുർബലതയിൽ നിന്ന്, ഒരു പാലമായി രൂപാന്തരപ്പെട്ട മുറിവിൽ നിന്ന്. അതെ, ഒരു ചക്രം അവസാനിപ്പിക്കാനാണ് നിങ്ങൾ വന്നത്. പക്ഷേ വൈകാരിക അടച്ചുപൂട്ടലിലൂടെയല്ല, പവിത്രമായ ക്ലോഷറിലൂടെയാണ്. രൂപാന്തരപ്പെടാത്തത് ആവർത്തിക്കപ്പെടുന്നു, യൂങ് പറയുമായിരുന്നു. നിങ്ങൾ വാക്കുകളിലൂടെയല്ല, നിശബ്ദ പ്രവൃത്തികളിലൂടെ രൂപാന്തരപ്പെടുത്താൻ തിരഞ്ഞെടുത്തു. സംഘർഷത്തിന്റെ മധ്യത്തിൽ ഒരു വ്യത്യസ്ത വാക്ക് തിരഞ്ഞെടുക്കുക. മറ്റാർക്കും അത് അംഗീകരിക്കാത്തപ്പോൾ നിങ്ങളുടെ ആത്മസ്നേഹം ഉയർത്തിപ്പിടിക്കുക. വിദ്വേഷമില്ലാതെ അകന്നുപോകുക. കയ്പില്ലാതെ തിരിഞ്ഞു നോക്കുക. ഇവയെല്ലാം അദൃശ്യമാണെങ്കിൽ പോലും, പേരിടാപ്പതാണെങ്കിൽ പോലും സജീവമായ രോഗശാന്തിയാണ്. അത് ഉൾക്കൊള്ളുന്ന പരിണാമമാണ്. ഭയമുണ്ടായിരുന്നിട്ടും തുറന്നിരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം നിങ്ങൾ പാറ്റേൺ തകർക്കുകയാണ്. അതിജീവിക്കാൻ വേണ്ടി അടച്ചുപൂട്ടേണ്ടി വന്നവരെ നിങ്ങൾ മോചിപ്പിക്കുകയാണ്. ഒരു വാക്കുപോലും പറയാതെ നിങ്ങളുടെ വംശപരമ്പരയെ നിങ്ങൾ കാണിക്കുകയാണ്. ജീവിതത്തിലൂടെ നടക്കാൻ മറ്റൊരു വഴിയുണ്ട് എന്ന്. സ്നേഹം വേദനിപ്പിക്കേണ്ടതില്ല എന്ന്. ബന്ധങ്ങൾ ശൂന്യതയിൽ നിന്ന് ജനിക്കേണ്ടതില്ല എന്ന്. നശിപ്പിക്കുന്നത് ആവർത്തിക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന്. ഇപ്പോൾ ആ സാധ്യത നിങ്ങളിൽ വസിക്കുന്നു. കാരണം നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാത തിരഞ്ഞെടുത്തു. അതെ, എന്നാൽ ഏറ്റവും പ്രകാശമുള്ളതും. വിറയ്ക്കുമ്പോൾ പോലും അടയ്ക്കാത്ത ആത്മാവിന്റെ പാത. കലങ്കപ്പെട്ടിട്ടും സാന്നിധ്യത്തോടെ മിടിക്കുന്ന ഹൃദയത്തിന്റെ പാത. നിങ്ങളുടെ തുറന്നുപറച്ചിൽ ഇനി നിഷ്കളങ്കതയല്ലെന്നും നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. അത് വൈദഗ്ധ്യമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കപ്പെടാൻ വേണ്ടി സ്വയം തുറക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം അടയ്ക്കുന്നത് നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് പഠിച്ചതിനാൽ നിങ്ങൾ തുറക്കുന്നു. അത് നിങ്ങളെ നിങ്ങളുടെ സത്യത്തിൽ നിന്ന് വേർപെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. സംവേദനക്ഷമത ദൗർബല്യമാകുന്നത് നിർത്തി ഒരു പാതയാകുന്ന പരിധി നിങ്ങൾ കടന്നുപോയി. നിങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തു നടക്കുന്ന ഒരു പാത, ആത്മാവിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് ലോകത്തിലെ എന്തിനെയെങ്കിലും സുഖപ്പെടുത്തുന്നു എന്ന അറിവോടെ. തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ പോലും, വിധിക്കപ്പെടുമ്പോൾ പോലും, വേദനിക്കുമ്പോൾ പോലും സ്നേഹിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഒരു പൂർവിക ശക്തിയാണ്. നിരന്തരമായ പ്രതിരോധത്തിന്റെയും കവചമായുള്ള കാഠിന്യത്തിന്റെയും ഏകപ്രതികരണമായുള്ള നിശബ്ദതയുടെയും ചക്രം അവസാനിപ്പിക്കാൻ വന്ന നിങ്ങളുടെ വംശപരമ്പരയുടെ ഭാഗമാണിത്. അതാണ് വിപ്ലവം. ശബ്ദം ആവശ്യമില്ലാത്ത, സാന്നിധ്യം മാത്രം മതിയായ ഒരു വിപ്ലവം. വേദന ഒഴിവാക്കിക്കൊണ്ടല്ല, അതിലൂടെ സ്വയം നഷ്ടപ്പെടാതെ നടന്നുകൊണ്ടാണ് യഥാർത്ഥ പരിവർത്തനം സംഭവിക്കുന്നത് എന്ന് കാൾ യുങ് മനസ്സിലാക്കി. നിങ്ങളത് ചെയ്തു. പിൻവാങ്ങാതെ ആഴത്തിൽ അനുഭവിച്ചു. നിങ്ങളുടെ വെളിച്ചം മങ്ങിക്കാതെ കരഞ്ഞു. നിങ്ങൾ ഏകാകികളായിരുന്നു, പക്ഷേ നിങ്ങൾ ആരാണെന്നതിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെട്ടില്ല. ആ ഇടം, ആ തിരഞ്ഞെടുപ്പ് ചക്രം അവസാനിച്ചിടതാണ്. അത് കത്തിത്തീർന്നതുകൊണ്ടല്ല, മറ്റൊരു വഴി നിങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. ആ തിരഞ്ഞെടുപ്പാണ് എല്ലാം മാറ്റുന്നത്. കാരണം ഒരു വ്യവസ്ഥിതിയിൽ ഒരു വ്യക്തി തുറന്നും യഥാർത്ഥമായും ആത്മാവിൽ നിന്ന് ലഭ്യമായും തുടരുമ്പോൾ മുഴുവൻ കഥയും മാറാൻ തുടങ്ങുന്നു. ഒരിക്കൽ ശാശ്വതമെന്ന് തോന്നിയത് അലിഞ്ഞുചേരാൻ തുടങ്ങുന്നു. ഒരിക്കൽ അനിവാര്യമെന്ന് തോന്നിയത് ആവർത്തിക്കുന്നത് നിർത്തുന്നു. കാരണം നിങ്ങൾ ഓരോ സാന്നിധ്യപ്രവൃത്തിയിലൂടെയും ഓരോ ബോധപൂർവമായ ആംഗ്യത്തിലൂടെയും ദേഷ്യമില്ലാതെ സ്ഥാപിക്കുന്ന ഓരോ അതിരിലൂടെയും ഒരു വ്യത്യസ്ത അന്ത്യം എഴുതുകയാണ്. ആ അന്ത്യം ആരും കാണുന്നില്ലെങ്കിൽ പോലും പവിത്രമാണ്. കാരണം അത് ഭയത്തിൽ നിന്നടയുന്നില്ല, അത് സ്നേഹത്തിൽ നിന്നടയുന്നു. പൂർവിക ചക്രങ്ങൾ അവസാനിപ്പിക്കുക എന്നത് നിങ്ങളുടെ വേരുകളെ നിരസിക്കുകയല്ല, അവർക്കൊരിക്കലും ലഭിക്കാത്ത സ്വാതന്ത്ര്യം അവർക്ക് തിരികെ നൽകുകയാണ്. പകർത്താതെ തിരിഞ്ഞു നോക്കുക, ഭൂതകാലത്തെ വലിച്ചിഴക്കാതെ മുന്നോട്ടു നടക്കുക, പാരമ്പര്യമായി ലഭിക്കാത്ത അവബോധത്തിന്റെ ഒരു തലത്തിൽ നിന്ന് വർത്തമാനകാലത്ത് വസിക്കുക. അത് കീഴടക്കിയതാണ്. നിങ്ങളത് കീഴടക്കുകയാണ്. മത്സരം കൊണ്ടല്ല, സത്യം കൊണ്ടാരെങ്കിലും വ്യത്യസ്തനാകാൻ ധൈര്യപ്പെടുമ്പോൾ ആത്മാവ് ഉണരുന്നു എന്ന് കാൾ യുങ് വിശ്വസിച്ചു. ആ സത്യം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജീവനുള്ളതാണ്. ഇത് ഒരു മാനസിക തീരുമാനമായിരുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആത്മാവ് പറഞ്ഞു, ഇതെന്നോട് അവസാനിക്കുന്നു. അത് നിങ്ങളെ നിങ്ങളുടെ വംശപരമ്പരയിൽ നിന്ന് വേർപെടുത്തുന്നില്ല, അത് അതിനെ ബഹുമാനിക്കുന്നു. കാരണം
നിങ്ങൾ ഈ ചക്രം അകന്നു പോകാൻ വേണ്ടി അടയ്ക്കുന്നില്ല. മോചിപ്പിക്കാനും കൂടുതൽ നീതിയുക്തവും ആരോഗ്യകരവും കൂടുതൽ യഥാർത്ഥവുമായ എന്തിനും ഇടമാക്കി കൊടുക്കാനുമാണ് നിങ്ങളത് അടയ്ക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇളക്കിവിട്ടുവെങ്കിൽ, ഓരോ വാക്കും നിങ്ങൾ വഹിച്ചിട്ടും ഒരിക്കലും പേരിടാത്ത മുറിവുകളുടെ പ്രതിധ്വനിയായിരുന്നുവെങ്കിൽ, നിങ്ങൾ തന്നെയാണ് ആ പരിവർത്തനത്തിന്റെ ബിന്ദു എന്നതുകൊണ്ടാണ്. നിങ്ങളുടെ സത്യത്തിലേക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ വേരുകളിൽ ഉറച്ചുനിന്നുകൊണ്ട്, പക്ഷേ മുറിവാവർത്തിക്കുന്നതിൽ നിന്ന് മുക്തരായി, ഇവിടെ നാം പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇവിടെ ആത്മാവ് സ്വയം തിരിച്ചറിയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കുക.